നിങ്ങൾ കേട്ടത് ശരിയാണ്. അഖിലനാരിയുടെ ഭാര്യ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചിട്ട് ഒരു ബസ്സിൽ കിളിയോടൊപ്പം ഒളിച്ചോടിപ്പോയി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? കുറച്ച് ദിവസങ്ങളായി പോയിട്ട്. അവള് കൽപ്പണിക്കാരിയായിരുന്നു. അവളെ തേച്ചിട്ട് പോയിന്ന്. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യണല്ലേ? പുള്ളിക്കാരന് പോലും അറിയാൻ പാടില്ല എന്തിനാണ് അവള് പുള്ളിനെ ഇട്ടിട്ട് പോയെന്നുള്ളൊരു കാര്യം. അല്ലെങ്കിൽ പെൺപിള്ളേരൊക്കെ എങ്ങനെയാ ജീവനുമില്ല സ്നേഹിക്കുന്ന ചെക്കന്മാരുണ്ടാവും. എന്നിട്ട് അവരെയൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ ഉടായ്പന്മാരെ കാണുമ്പോൾ അവരുടെ പുറകെ പോക്കോളും. അത്യാവശ്യം നല്ല ഫാമിലിയിലുള്ള ഒരു കൊച്ചായിരുന്നു. നമ്മൾ കണ്ടതാണ്. വിവാഹം അടക്കം വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള വിവാഹവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പൊന്നപ്പൻ ചേട്ടനെ എന്നെ ശപിക്കരുത്. പൊന്നപ്പൻ ചേട്ടൻ എന്നെ പൊന്നു പോലെ നോക്കും. വണ്ടി ഞങ്ങൾ എടുക്കുക. പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞിട്ട് എന്തോ കോഴ്സ് എന്തോ പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഖില് ആ കോഴ്സിന് കൊണ്ടു ചേർത്തു. സോ ബസ്സിലെ കിളിയുണ്ടല്ലോ, കണ്ടക്ടർ കിളി, ആ സെറ്റ് പുള്ളിക്കാരനുമായിട്ട് ഇഷ്ടത്തിലാവുന്നു. പുള്ളിക്കാരനുമായിട്ട് ഒളിച്ചോടി പോകുന്നു. ബസ്സിലെ പണിക്കാരെല്ലാം നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ചോദിച്ചു. ഞാനുള്ള സത്യം അങ്ങ് തുറന്നു പറഞ്ഞു. ഉള്ള ചാരിത്രം കൊണ്ട് വീട്ടിൽ പോകാൻ നോക്കും. ഇതവന്റെ സ്ഥിരം കലാപരിപാടിയാ. അഖിൽ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുകയാണ്, ഇവളെ കാണാനില്ലെന്ന് പറഞ്ഞു. പിന്നെ തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവള് ബാഗും എടുത്തിട്ട് അവനുമായിട്ട് കയറി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. നിങ്ങൾ ലവ് മാരേജ് ആണോ? എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. അത് കഴിയുമ്പോ ഞാൻ എന്റെ തനി സ്വഭാവം കാണിക്കും. എങ്ങോട്ടെങ്കിലും പോയി നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കുക, അതായിരുന്നു എന്റെ സ്വപ്നം. പുള്ളിയുടെ മാനസികാവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും. കാരണം ഒരുപാട് സ്നേഹിച്ച് വിവാഹം കഴിച്ച ഭാര്യ, അതും വെറും ഒരു കച്ചറ ഒരുത്തൻ. അവന് ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ഭയങ്കര തൽപരകക്ഷിയാണെന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അറിയാൻ. ഇത്രയ്ക്ക് തെണ്ടി എന്ന് പ്രേമിച്ച് നടന്നപ്പോ മനസ്സിലായില്ലേ മോളെ? ഇല്ല, പിന്നെ ഞാൻ അറിയുന്നത് ഇവന്റെ സ്ഥിരം പരിപാടിയായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ടുള്ള പെൺപിള്ളേരെ മാത്രം ടാർഗറ്റ് നടക്കുന്ന കുറെ മൈരന്മാരുണ്ട്. ഞാൻ നിന്നെ മോശക്കാരനാക്കിയതല്ല, നിന്നെ വെളിപ്പെടുത്തിയതാണ്. ആ പാവ പിടിച്ചവൻ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്ന് കർമ്മയെന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ മോളെ നീ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ല. നന്നാവില്ലടാ, ഒരു കാലത്തും നന്നാവില്ലടാ. നീ നമുക്കുള്ള പെണ്ണ് എവിടെന്നെങ്കിലും വരും.